ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ചർച്ചയിൽ CPM പ്രതിനിധി ജേക്ക് സി തോമസ്. വനമാല സ്വർണ്ണക്കടത്ത് കേസുമായി ഈ കേസിൽ നിന്നും സ്വർണ്ണക്കടത്ത് വ്യത്യസ്തമാകുന്നത് അന്ന് അതിശക്തമായി നിങ്ങൾ പ്രതിരോധിച്ചിരുന്നു. ഓരോ ആരോപണത്തിനും അക്കമിട്ട് മറുപടിയും നൽകിയിരുന്നു. ഇതിൽ പക്ഷേ മറുപടി നൽകാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ജേക്ക് പോലും നോക്കൂ, ഇനി സേവനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അതിലൊരു മറുപടി ആവർത്തന വിരസത എന്നൊക്കെ പറയാമെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ വിഷയമാണല്ലോ. ഇപ്പോൾ ഏജൻസികൾ വരുന്നു എന്ന വാർത്ത വന്ന ദിവസമാണല്ലോ ജേക്ക്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരില്ലെന്നേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ ക്ലാരിറ്റിയാണ് ജനം ആഗ്രഹിക്കുന്നത്. അങ്ങ് പറയണ്ട. അങ്ങേക്ക് എന്താണ് ജനങ്ങളുടെ ആകെ അട്ടിപ്പുറ അവകാശം? എനിക്ക് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികൾ പറയട്ടെ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ജനങ്ങൾ ഇത് പറയുന്നു, ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന അലറി ആക്രോശ സമ്മാനത്തോടുകൂടെ അലറി വിളിക്കുന്ന മറ്റൊരാൾ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമുക്ക് കഴിയില്ല. ഞാൻ അലറിയിട്ടാണോ ഇപ്പോൾ ചോദിച്ചത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഒരു ചോദ്യമല്ലേ, ഒരു ഉത്തരം തന്നൂടെ? ചിരിക്കുകയാണോ കരയുകയാണോ? ഇല്ല, അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങയെക്കുറിച്ച് അല്ല ഉദ്ദേശിച്ചത്. അക്രോശ സമാനമായി ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന് അലറി വിളിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനം ഇവിടെ നമ്മൾ നടത്തുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുക എന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ എടുത്താൽ മതിയെന്നേ. പറഞ്ഞിട്ടില്ല. ഇല്ല, അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അങ്ങനെ ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഇന്ത്യയിലും കേരളത്തിലും ഒരാൾക്കും അവകാശമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലയിൽ നിങ്ങൾ മനനം ചെയ്ത നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതിന് ജനങ്ങളെ ചാരി ഇത് ജനങ്ങൾക്കറിയണം എന്ന നിലയിൽ ചോദിച്ചാൽ ആ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രിയെ ആരോപണ വിധേയനാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എന്റെ പേര് പറഞ്ഞു, കോടിയേരിയുടെ പേര് ബിനീഷ് കോടിയേരിയുമായുള്ള കേസിൽ പറഞ്ഞിട്ടില്ല, എന്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു നടക്ക് പോണ മാതിരില്ല അല്ലേ? മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമിടുന്നത് അല്ലേ? അതിൽ വ്യക്തതയുണ്ട്. മുഖ്യമന്ത്രിയെ മകൾ വഴി ലക്ഷ്യമിടുന്നു എന്നതിൽ വ്യക്തതയുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുകയാണ്. ജയ്ക്ക്, ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇത് സംബന്ധിച്ചുള്ള ആയിരക്കണക്കിന് ദിവസങ്ങൾ നടത്തപ്പെട്ട ചർച്ചകളും നമ്മളൊക്കെ കമ്പനികാര്യ നിയമത്തെ സംബന്ധിച്ചും കൊടുത്ത സേവനത്തെ സംബന്ധിച്ചും സ്വീകരിച്ച സേവനത്തെ സംബന്ധിച്ചും കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അതിൽ ഈ സേവനത്തെ സംബന്ധിച്ച് കരാറിൽ ഏർപ്പെട്ട പാർട്ടികൾ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ചും ഒക്കെ 1000 തവണ അഭിഭാഷക പണ്ഡിതന്മാരുടെ അടക്ക നേതൃത്വത്തിലും സാന്നിധ്യത്തിലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് വിലയിരുത്തിയിട്ടുള്ളതാണ്. അതിനൊന്നും ഇല്ലേ? ഇപ്പൊ വീണ്ടും അതേ ആവശ്യം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് സേവനം എന്താണെന്ന് അറിയണം. സേവനം എന്താണെന്ന് അറിയാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ് മാർഗമുള്ളത്? ഈ രണ്ട് കരാറിൽ ഏർപ്പെട്ട 2 കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അന്തസ്സത്തെ എന്താണ്? അത് അവർ തമ്മിലുള്ള ഇടപാടാണ്. അതിൽ GST അടച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ നടത്തപ്പെടുന്ന വൈകുന്നേരത്തെ എഡിറ്റർമാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ആ സംവാദത്തിൽ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലെ തന്നെ അങ്ങയുടെ സഹപ്രവർത്തകർ ഓരോരുത്തരുടെ അഭിപ്രായം പറയും. അതിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയും. അതല്ല ഉദ്ദേശം, അത് കുഴപ്പമില്ല. താങ്കൾ അതിനെയൊന്നും ഉദ്ധരിക്കേണ്ട. താങ്കളുടെ അഭിപ്രായം പറയൂ. ഇതിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു എന്നേ. എന്താണ് സേവനം എന്നുള്ളതാണ്. SFIO ഏത് തരത്തിലുള്ള കേസുകൾ ആണ് അന്വേഷിക്കാറുള്ളത് എന്ന കാര്യത്തിൽ നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കുന്നത്. ഈ താങ്കൾ പറഞ്ഞ താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, പക്ഷേ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മറ്റ് ചുരുക്കപ്പേരുകളുണ്ടല്ലോ, മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമുണ്ടല്ലോ, അതും അന്വേഷിക്കണം. പക്ഷേ SFIOയുടെ അന്വേഷണം അതിലേക്കല്ല പോയിരിക്കുന്നത്. SFIO കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ സേവനം വ്യക്തമല്ല എന്നാണ്. അതുകൊണ്ടാണ് ജയ്ക്ക് അത് ആവർത്തിച്ച് ചോദിക്കുന്നത്. ആ സേവനം ജനം അറിയണ്ട എന്നുണ്ടോ? ഉത്തരം പറ. ഇനി എനിക്ക് മറുപടി പറഞ്ഞു തുടങ്ങാമല്ലോ. ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് വീണ്ടും ഇടപെടുന്നു. സ്വാഭാവികമായ അങ്ങയുടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് അനിവാര്യമായ ഒരു ദുരന്തം വന്നതുപോലെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കാറുള്ളത്. പക്ഷെ പ്രത്യേകത ഇപ്പോ അങ്ങനോട് പറയുന്നു, അതിൽ അങ്ങയുടെ എഡിറ്റോറിയൽ ഡിബേറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ എല്ലാവരും വ്യക്തിപരമായി അവരവരുടെ അഭിപ്രായം പറയും, അത് അങ്ങ് ഉദ്ധരിക്കേണ്ട.
അങ്ങനത്തെ ഡിക്റ്റേഷൻ ഒന്നും അങ്ങ് എന്റെ അടുക്കൽ പറയാൻ പാടില്ല. അങ്ങനത്തെ ഡിക്റ്റേഷൻ അങ്ങയുടെ സ്ഥാപനത്തിൽ അങ്ങ് പറയുന്നത് കേട്ട് ജോലി ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ഞാൻ ആരെ ഉദ്ധരിക്കണം, ഞാൻ ആരെ ഉദ്ധരിക്കണ്ട, ഞാൻ ആരെ കോട്ട് ചെയ്യണം, ഞാൻ ആരെ കോട്ട് ചെയ്യണ്ട എന്ന് റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അല്ല തീരുമാനിക്കുന്നത്. അത് എന്റെ മാത്രം അവകാശവും എന്റെ മാത്രം ബോധ്യവുമാണ്. അത് എടുക്കണ്ട എന്ന് വെച്ചാൽ അത് നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്ക് തിരിച്ചു പറയേണ്ടതായി വരും. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ജയിക്കിനെ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നതായി തോന്നിയെങ്കിൽ ക്ഷമിക്കണം ജയ്, ഞാനൊരു ചോദ്യമാണ് ചോദിച്ചത് നമ്മുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി. താങ്കളുടെ ഒരു അഭിപ്രായം, താങ്കളുടെ വിലയേറിയ അഭിപ്രായം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അത് ബാക്കിയുള്ള ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിലെ ആരെങ്കിലും അഭിപ്രായം ഏറ്റെടുത്ത് പറയുകയല്ലോ ജയിക്കിന്റെ ചുമതല. ജയിക്കിന്റേതായ അഭിപ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി താങ്കൾക്ക് പറയാം. ഞാൻ എവിടെയാ ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. അങ്ങ് പറഞ്ഞു ആ എഡിറ്റോറിയൽ ഡിബേറ്റിൽ അതിലെ ഒന്നോ രണ്ടോ ആളുകളുടെ അഭിപ്രായത്തെ ഞാൻ കോട്ട് ചെയ്യാൻ ശ്രമിച്ചോളാം. അങ്ങ് പറഞ്ഞു അങ്ങ് അത് ഉദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങേക്ക് എന്നോട് പറയാൻ അവകാശമില്ല എന്നാണ് പറഞ്ഞത്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അങ്ങേക്ക് അങ്ങ് പറഞ്ഞ് കേട്ട് ചെയ്യുന്ന ജോലി മാത്രം ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. ഞാൻ ആരെ ഉദ്ധരിക്കണം? ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ, എനിക്ക് സ്വീകാര്യവും സത്യസന്ധവും എന്ന് തോന്നുന്ന അഭിപ്രായം ആര് പറഞ്ഞാലും അത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കടമെടുക്കാനും വിത്തിൻ കൊട്ടേഷൻ ആ അഭിപ്രായത്തെ ഡെലിവറി ചെയ്യാനുള്ള അവകാശം ലോകത്ത് ഏത് മനുഷ്യനും എന്നതുപോലെ എനിക്കുമുണ്ട്. എന്താടാ ഇത് രാവിലെ ഒലിപ്പിച്ചു തുടങ്ങിയോ? ഈ GST അടച്ച രേഖകൾ എന്നുള്ളതല്ല നമുക്ക് അവസാനം കണ്ടത് SFIO കൊടുത്തിരിക്കുന്ന കുറ്റപത്രമാണ്. അതിൽ പറയുന്നു സേവനത്തിന് തെളിവില്ല എന്ന്. അതിലാണ് നമ്മൾ മറുപടി തേടുകയും ചെയ്യുന്നത്. പിന്നെ അങ്ങ് സർവീസിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് തവണ ചോദിക്കുന്നുണ്ടല്ലോ. നോൺ ഡിസ്ക്ലോസർ ക്ലോസ് എന്താണെന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാകും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടുണ്ട്, പുറത്തു പറയാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് നിയമപരമായി LLB ഒന്നും പാസ്സാകണമെന്നില്ല. അതിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരമുള്ള ഏതു സാധാരണക്കാരനും മനസ്സിലാകും. എന്തോ എങ്ങനെ സർവീസ് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ നോൺ ഡിസ്ക്ലോഷർ ഒക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം കോടതിയിലോ ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകുന്നു. അവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ബോർഡ് ചോദിക്കുമ്പോ അവിടെ പറയാമല്ലോ നിങ്ങൾ കൊടുത്ത സർവീസ് എന്താണ്. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. നിങ്ങൾക്ക് അവിടെ പറയാൻ നിങ്ങൾ SFIO ചോദിക്കുന്ന സമയത്ത് അവിടെ പറയാറുണ്ടല്ലോ, അവിടെയും പോയിട്ടുണ്ടല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ജയ്ക്ക്, ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കോടതിയിലാണ്, അതല്ലാതെ ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാനില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ അത് SFIO ആവട്ടെ, ROC ആവട്ടെ, മറ്റ് കാവൽ നായ്ക്കളുടെ സംഘാംഗങ്ങളിൽ പെട്ട പുതുമുഖങ്ങൾ ആരും വന്നോട്ടെ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. ആ അന്വേഷണത്തെ ആ നിലയിൽ തന്നെ നേരിടും. രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെ രാഷ്ട്രീയമായും ചോദ്യം ചെയ്യും. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.